ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ലക്ഷ്മിയാണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു യാത്ര പോകുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഒരു 5 മിനിറ്റ്സ്, ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് കാണും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ പേര് മയോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഞങ്ങളുടെ കൗണ്ടിയുടെ പേരാണ് മയോ. അപ്പോൾ എല്ലാ കൗണ്ടിലും ഓരോ ഹോസ്പിറ്റലാണുള്ളത്. ഞങ്ങളുടെ കൗണ്ടിയിലെ ഹോസ്പിറ്റലായത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് പറഞ്ഞ പേര് എസ്റ്റേറ്റ് എന്നാണ്. ഒരു എസ്റ്റേറ്റിൽ ഒരേ ടൈപ്പ് വീടുകളായിരിക്കും ഉള്ളത്. വേറൊരു എസ്റ്റേറ്റിൽ വേറെ ടൈപ്പ് വീടുകളായിരിക്കും ഉള്ളത്. അല്ലാതെ ഒരു എസ്റ്റേറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് വീടുകൾ കാണത്തില്ല. അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ പേരും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ വീടുകൾ നിരത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഇത് കണ്ടോ, ഇത് കുറേ പുൽമേടുകൾ വെറുതെ കിടക്കുക. ഈ പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ കണ്ടോ, സൂര്യവിഹാരം നടത്താൻ വേണ്ടി അവർക്ക് ഇഷ്ടം പോലെ അതിനകത്ത് കൂടെ നടക്കുകയും പുല്ല് തിന്നുകയും ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വെറുതെ ഇട്ടിരിക്കുക. അതിൽ ബിൽഡിങ് പണിയാനോ ആളുകൾക്ക് കയറി നടക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ നടക്കും. അപ്പോൾ ആളുകളുടെ കാൽ പതിഞ്ഞ സാധനങ്ങൾ പശുക്കളും ആടുകളും തിന്നത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി വേറെ ഗ്രീൻ വേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് നടക്കാനും സൈക്കിൾ സവാരി നടത്താനും വേണ്ടിയിട്ടുള്ള നിരത്തുകളുണ്ട്. ഇത് കണ്ടോ, റോഡുകൾ വണ്ടികൾക്ക് വേണ്ടിയുള്ളതുണ്ട്. അതുപോലത്തെ മൈതാനങ്ങൾ പശുക്കൾക്കും ആടുകൾക്കും വേണ്ടിയുണ്ട്. അപ്പം അവരവരുടെ റീജിയണിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ മതി. അങ്ങനെ അപ്പോൾ ഇത് കണ്ടോ, നല്ല മഴക്കോളുണ്ട്. ഇന്ന് ക്ലൗഡി ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ വെയിൽ വന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നല്ല ഭംഗിയല്ല. ഇത് തണുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പം സമ്മർ സീസൺ തുടങ്ങാൻ പോവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങും ഒരു കുറ്റിച്ചെടികൾ പോലെ നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇതിപ്പം ഇലയും പൂക്കളൊക്കെ തളുത്ത് വരുന്നുണ്ട്. സമ്മർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ വെളിയിൽ കാറിനകത്തും പെരയ്ക്കകത്തുമൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഭംഗിയുള്ളൂ. ഞാനും നാട്ടിലൊക്കെ ആയിരുന്നപ്പം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഫ്രണ്ട്സൊക്കെ ഫോട്ടോ ഇടുന്ന കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ കാണാൻ എന്താ ഭംഗി. എനിക്ക് അവിടെ പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് അറിയുന്നത്. നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴാണല്ലോ അവിടുത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കാലുവേദന, ആർത്രൈറ്റിസ് ഒക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ വേഗം വരും. കാരണം ഈ തണുപ്പ് എല്ലിലോട്ടൊക്കെ ബാധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ വൈറ്റമിൻ ഡി ഭയങ്കര ആവശ്യം നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ. പക്ഷേ അതിവിടെ കിട്ടാത്തതുകൊണ്ട് അതിന് സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കാറുണ്ട്. ഹലോ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു. 9:3 ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ നമുക്കൊന്ന് കാണിക്കാണ്. ഇതിനകത്തൊന്നുമില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യാറുണ്ട്. നല്ല ഒരിക്കലും സന്തോഷം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുമായിട്ടുള്ള സാധനം കേട്ടോ. ഇതിനെല്ലാം 2-3 യൂറോ വീതിയുള്ള ഞാനൊന്നും ഓർക്കുന്നില്ല. ഇത് ഒരു ഓയിൽ ജഗ് കേട്ടോ. ഇത് നല്ല സാധനം യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. നല്ല ഇത് സ്പ്രേ ചെയ്യാം. നമുക്ക് കണ്ടോ, വേണമെങ്കിൽ ഇങ്ങനെ ഒഴിക്കുകയും ചെയ്യാം. നല്ല സാധനം, നല്ല കുറച്ച് ക്വാണ്ടിറ്റി കൊള്ളും. എനിക്കതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് കുഞ്ഞ് ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. കുറച്ച് വലിയ എക്സ്ട്രാ ആയതുകൊണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് റിങ്ങൊക്കെ ഉണ്ട് അതിങ്ങനെ. കണ്ടോ ഇങ്ങനെ ഇവിടെ അതെ ഇങ്ങനെ ഒട്ടമട്ടം ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് റിങ്ങൊക്കെ ഇടാം കേട്ടോ. അത് ടെമ്പററി മാർക്കറൊക്കെ ഉണ്ട് അതിൻ്റെ കൂടുതൽ. നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തിരിഞ്ഞായിരിക്കും കാണുന്നത്. അത് എഴുതിയിട്ട് നമുക്ക് മായ്ച്ച് കളയാൻ പറ്റും. അങ്ങനെ അപ്പോൾ പിള്ളേർക്ക് യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ കുറേ സാധനങ്ങളുള്ളതുണ്ട് കേട്ടോ. ഇത് പിന്നെ ടേബിളുള്ളത് മാത്രമേ മേടിച്ചുള്ളൂ. അതിൻ്റെ വേർഡ്സ് ഉള്ളതുണ്ട്. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പടം, അതിൻ്റെ പേര് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് ടേബിൾ കിട്ടി, എപ്പോഴും മറന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. പിന്നെ ഇത് ഞാൻ അങ്ങനെ മനസ്സിലാക്കില്ല. പിന്നെ ഇത് സ്റ്റിക്കർ പോലത്തെ സംഭവം കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർക്ക് കുളിപ്പിക്കുമ്പോൾ ചെടിക്കകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഡി നോട്ട് റീയൂസ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം 2 ചെവിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കുളിപ്പിച്ചിട്ട് ഞാൻ കളയാം. അങ്ങനെ അത് വേദനിക്കൊന്നുമില്ല കേട്ടോ, ഒരുപാട് വേദനിക്കുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞു പിള്ളേർക്ക് ഇപ്പോൾ ഇളയ മോനെ കുളിപ്പിക്കാൻ നേരത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം ചെടിക്കകത്ത് വെള്ളം കയറുന്ന സോപ്പ് പോകുന്നൊക്കെ ഇത് യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കും. ഇതുപോലെ ഞാൻ 2 കളർ മിക്സാണ്. ഫുൾ പ്രൊട്ടക്ഷനുള്ള കളർ. ഇതൊക്കെ 2 രൂപ 3 രൂപ കൊടുത്ത മൂലോട്ടോ. പക്ഷേ ആമസോൺ നോക്കിയും 14 യൂറോ ഒക്കെയാണ്. പക്ഷേ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇല്ല. പിന്നെ റിംഗ് ലൈറ്റ് വാങ്ങാം. ഇതൊക്കെ വരുന്നുണ്ട്. ഒരു സ്റ്റാൻഡുണ്ട്, പിന്നെ സാധനമുണ്ട്. പ്ലഗ് ചെയ്യുന്ന ചാർജ് അല്ല കേട്ടോ. ഇത് USB
USB കേബിൾ ഉണ്ട്. കേബിൾ ഞാൻ യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടേ. ഇതിൻ്റെ അടുത്ത വീഡിയോ ഇത് കുത്തിയുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഏറ്റവും യൂസ് ആയതാണ് ഇതുണ്ട്. നിങ്ങൾ 0.99 സെൻറ്റ് അങ്ങാണ്ട് ഉള്ള ഒരു യൂറോ തികച്ചില്ല. കുറച്ച് രണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് വാഷ് ബേസിനൊക്കെ കഴുകാൻ വേണ്ടി എളുപ്പമായിട്ട് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ തോന്നും. അതിനകത്തിൽ മരുന്നൊക്കെ ഒഴിച്ചിട്ട് സൊല്യൂഷൻ ഒഴിക്കാം. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വയ്ക്കാൻ പറ്റുന്നില്ല. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ കൂടെ മരുന്ന് വരും. നല്ല കേട്ടോ. നല്ല പ്ലാസ്റ്റിക് ഒന്നും അല്ല, പക്ഷേ കുഴപ്പമില്ല, യൂസ്ഫുൾ. ഞാൻ ലെൻസ് വാങ്ങിയത് അതുകൊണ്ട് ക്യാമറ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു ബാഗാണ്. മൂത്തമാണ് സ്കൂളിൽ ഫുട്ബോൾ ഉണ്ട്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഒരു പേർ ഷൂവും സോക്സും കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി ബാഗ് വാങ്ങിയത് കേട്ടോ. 7 യൂറോ. പക്ഷേ നല്ല സാധനം, നല്ല സ്പേസ് ആണ്. ഒരു ബാഗ് നമ്മൾ കണ്ടോ നന്ദി തുണിയൊക്കെ ഇടാൻ പറ്റും. ജിമ്മൊക്കെ പോകുമ്പോൾ നല്ലതാണ് തോന്നുന്നു. ഫുൾ നല്ല സ്പേസ് ഉണ്ട് അതൊക്കെ. പിന്നെ പിന്നടിയിൽ നമുക്ക് ഷൂ നല്ല നാട്ടിൽ കൊണ്ടുപോകാൻ യൂസ്ഫുൾ ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നപ്പോൾ മോൻ വന്നായിരുന്നു. മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കിത് ഓർഡർ ചെയ്തേ. ഇത് ബൂമാണ്. ഞാൻ വിചാരിച്ച വല്ല മെറ്റലായിരിക്കും, പക്ഷേ അല്ല കേട്ടോ. ഇത് ഫൈബർ പോലത്തെ എന്തോ ഒരു ഐറ്റമാണ്. അപ്പോൾ അതൊക്കെയാണ് 3 സാധനങ്ങൾ. പിന്നെ ഇതിന് മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ഒരു യൂട്യൂബ് തുടങ്ങുക എന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പം അത് ഞാൻ ക്ലിക്കായിട്ട് കാണിച്ചു തരാം. ഞാൻ 2 3 സാധനങ്ങൾ. അതായത് ഞാൻ ഒരു മൈക്ക് ഞാൻ വാങ്ങിയത്. പക്ഷേ നല്ലതാട്ടോ. 13 യൂറോ കണ്ടേ ഉള്ളൂ. പക്ഷേ ഇതുണ്ടോ 2 എണ്ണം ഉണ്ട്. ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ സൗണ്ട് വരുന്നത് കേട്ടോ. നല്ലതാണ്. എല്ലാ ഫോണിലും ആൻഡ്രോയിഡിലും ഇതിലെല്ലാം പറ്റും, ഐഫോണിലെല്ലാം പറ്റുന്ന. പിന്നെ ഇത് റിംഗ് ലൈറ്റ് വാങ്ങിയതാണ്. റിംഗ് ലൈറ്റ് അല്ല, ഒരു ചുമ്മാ ഒരു ലൈറ്റ് വാങ്ങിയതാട്ടോ. നമുക്കിങ്ങനെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് വരും. നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പ് വരും. നമുക്കിത് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ഫോണിൽ പ്രസ് ചെയ്തൊക്കെ പറ്റും. നമുക്ക് സെൽഫി എടുക്കാനും, സെൽഫി ആയിരുന്നു എൻ്റെ പേര്. പിന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. അങ്ങനെ വാങ്ങിയത്. പിന്നെ ട്രൈപോഡ് വാങ്ങിയായിരുന്നു. ട്രൈപോഡ് വിത്ത് 2 ലൈറ്റ് ആയിരുന്നു. ഞാനിത് ക്യാമറ ഇത് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. ട്രൈപോഡ് സിമ്പിൾ ട്രൈപോഡ്, നീട്ടാൻ പറ്റും ട്രൈപോഡ് കേട്ടോ. സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് അങ്ങനെ അത് വാങ്ങി. പിന്നെ എന്താ വാങ്ങിയത്? ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചത് ഒറ്റ വീഡിയോ ഇടാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ആഡ് ചെയ്താൽ കേട്ടോ. ഇതിൻ്റെ കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ കാണിച്ചതാണ്. കാരണം നമ്മൾ കാണാനല്ലോ കുറേ വീഡിയോസ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ അതിനെ കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചെന്നുള്ളത് എത്രത്തോളം നിങ്ങൾക്കത് റിസീവ് ആയിട്ടോ എനിക്കറിയത്തില്ല, എത്രത്തോളം കൺവേ ആയിട്ടോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ മാക്സിമം ചെയ്തതെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞുതരിക. അത് ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഈ വീഡിയോയ്ക്കകത്തിൽ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ കുറഞ്ഞിട്ട് കൂട്ടാ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയിരിക്കത്തില്ല. ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ. എനിക്ക് എങ്ങോട്ട് നോക്കണം അറിയത്തില്ല. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റുക. കാരണം നമ്മൾ ക്യാമറ പ്രസ് ചെയ്തായിരിക്കണം അവിടെ ആയിരിക്കും. ഇവിടെയാണ് ക്യാമറ ലെൻസ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് നോട്ടം വരുന്നത് എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത്. അതെൻ്റെ നോട്ടം മാറുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല.